കാമുകനൊപ്പം ഒളിവിൽ പോയ ഓച്ചിറ സ്വദേശിനിയായ സ്ത്രീയെ ബലം പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ച പ്രതികളുമായി മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലിം രാജിന് ദീർഘകാല ബന്ധമുണ്ടെന്ന് പോലീസ്. നിരവധി തട്ടിപ്പു കേസുകളിലെ പ്രതികളും കോൺഗ്രസിലെ നേതാക്കളും റിയൽ എസ്റ്റേറ്റ് മാഫിയയും അടങ്ങുന്ന സംഘത്തിലെ പ്രധാനിയായാണ് സലിം രാജ് പ്രവർത്തിക്കുന്നത്. ക്രിമിനലുകളെ നേരിട്ട് സഹായിക്കുന്ന സലിം രാജ് സോളാർ വിവാദത്തിന് മുൻപും ശേഷവുമായി 40 ദിവസത്തിലേറെ ഓച്ചിറയിലെ വിവിധ റിസോർട്ടുകളിൽ കഴിഞ്ഞിരുന്നതായും സ്ഥിരീകരിച്ചു. കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജുനൈദ്, യൂത്ത് കോൺഗ്രസ് ഓച്ചിറ മണ്ഡലം സെക്രട്ടറി സത്താർ എന്നിവരും വളരെക്കാലമായി ഈ സംഘത്തിലുണ്ട്. പ്രതികളും സഹോദരങ്ങളുമായ റിജുവും റാഫിയും ഓച്ചിറയിലും സമീപപ്രദേശത്തും നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ചും പോലീസിന് നിരവധി പരാതി ലഭിച്ചിരുന്നു. എന്നാൽ സലിം രാജിന്റെ സംരക്ഷണയിൽ ഉള്ളവരായതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല. റാഫി റെയിൽവേ TTE ആണെന്നാണ് പലരോടും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇയാൾക്ക് ഇങ്ങനെയൊരു ജോലിയില്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സോളാർ വിവാദത്തിൽ ഉൾപ്പെട്ട സലിം രാജിന്റെ തട്ടിപ്പും ക്രിമിനൽ പശ്ചാത്തലവും വിപുലമായിരുന്നുവെന്നാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത്. പാർവതി സത്യദേവൻ, കൊല്ലം, ഇന്ത്യ വിഷൻ.